$13,000 തൊട്ട് $20,000 വരെയാണ് സിംഹത്തിനെ അടിക്കുന്നതിനുള്ള ചെലവ് വരുന്നത്. കില്ലാടികളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇവിടെ തിരിഞ്ഞു കളിക്കുന്നതിൻ്റെ കാര്യമില്ല. ഹായ് ഓൾ, യാത്രകളുടെ അതിരുകളിലെ ലോകം. ഇന്ന് പുതിയൊരു അഡ്വഞ്ചർ യാത്രയിലേക്ക് കടക്കുകയാണ്. ഞാൻ ഇന്ന് സൗത്ത് ആഫ്രിക്കയിലെ ഒരു ഹണ്ടിങ് വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വരുന്നത്. എനിക്ക് ഒത്തിരി പേര് ചോദിക്കാനുണ്ട്. ഇവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും, സൗത്ത് ആഫ്രിക്കയിൽ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്ന് ആൾക്കാർ വന്ന് ഹണ്ട് ചെയ്യുന്നതിൻ്റെതായ വീഡിയോസ് നിങ്ങൾ പലതും കണ്ടിട്ടുണ്ടാവുമായിരിക്കും. അങ്ങനെ എനിക്ക് ഒത്തിരി എൻക്വയറികൾ വരാൻ തുടങ്ങി. അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ന്യൂസിലൻഡിൽ നിന്ന് 2 സുഹൃത്തുക്കൾ വന്നിട്ടുണ്ട് ഹണ്ട് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ കാണിക്കാൻ പോകുന്നത് സ്പ്രിംഗ്ബോക്ക്, അതായത് ഇവിടുത്തെ നാഷണൽ ആനിമലായ സ്പ്രിംഗ്ബോക്ക്, ഒരു മാൻ ഇനത്തിൽപ്പെട്ട ഒരു ആനിമലാണ്. അതുകൂടാതെ ഇലാൻഡ് എന്ന് പറയുന്ന വലിയൊരു നമ്മുടെ ഒരു കാളക്കൂറ്റിൻ്റെ അത്രയും സൈസുള്ള 800 കിലോ ഉള്ള വേറൊരു ആനിമൽ. അതൊക്കെ ഹണ്ട് ചെയ്യാനുള്ള പ്ലാനാണ്. 2-3 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പദ്ധതിയാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിയോണ്ട് ദ ബോർഡറിൻ്റെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഹണ്ടിങ് എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും, സൗത്ത് ആഫ്രിക്കയിൽ ഹണ്ടിങ്ങിൻ്റെ ഓപ്ഷൻസ് എന്താണെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു എപ്പിസോഡാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമുക്ക് എപ്പിസോഡിൽ കാണാം. അപ്പോൾ ഞങ്ങളുടെ ടീമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി സമയം കളയുന്നില്ല, നമുക്ക് വിട്ടേക്കാം അല്ലേ. ഞാൻ എല്ലാവരെയും ഒരിക്കൽ പരിചയപ്പെടുത്താം. നമുക്ക് 2 പേര് ന്യൂസിലൻഡിൽ നിന്ന് വന്നിട്ടുണ്ട്. അതുകൂടാതെ സൗത്ത് ആഫ്രിക്കയിലെ കരുത്ത് തെളിയിച്ച ഹണ്ടർമാരും ഉണ്ട്. നമുക്ക് നോക്കാം ആരാ മിന്നുന്നത് നോക്കാം. ന്യൂസിലൻഡുകാർ മിന്നോ സൗത്ത് ആഫ്രിക്കക്കാർ മിന്നോ എന്ന് നോക്കാം. ഓക്കെ, നമ്മള് വണ്ടിക്കകത്ത് ഇന്ധനമൊക്കെ നിറച്ചു. അപ്പൊ ഹണ്ടിങ്ങിന് പോകുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ന്യൂസിലൻഡ് സ്റ്റൈലാന്ന് തോന്നുന്നു. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇന്ധനം കരുതണം, അങ്ങനെ വേണം തോന്നുന്നു അല്ലേ. അതെ അല്ലേ, നിയമം പാലിച്ചേക്കാം. അപ്പൊ നമ്മുടെ ടീമൊക്കെ സെറ്റാണ്. നമുക്ക് ഔട്ടർ ടൗണിൽ പോകണം. കേപ്പ് ടൗണിൽ നിന്ന് ഒരു 1.5 മണിക്കൂറോളം ഔട്ടർ ടൗണിൽ പോയാലേ നമുക്ക് ഹണ്ടിങ് ഫാമുകളിലേക്ക് എത്താൻ പറ്റുള്ളൂ. കുഴപ്പമില്ല, ഏതാണ്ട് പുതിയൊരു എക്സ്പീരിയൻസ് ആണ്. ഇവിടുത്തെ സമ്മറിലേക്ക് സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ ഡ്രൈ ആയിട്ടുള്ള ലാൻഡാണ് നമുക്ക് റോഡിൻ്റെ 2 സൈഡിലും കാണാൻ വരുന്നത്. ഇപ്പോൾ നമ്മുടെ ടീമിനെ നിങ്ങളെല്ലാവരും പരിചയപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ടീമെല്ലാം സെറ്റാണ്. ഫാമിൽ എത്തിക്കഴിഞ്ഞുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം. അതിനിടയ്ക്കുള്ള യാത്രയും റോഡുകളും ഒക്കെ ആയിട്ട് നിങ്ങളുടെ ചെറിയ ചെറിയ വിഷ്വൽസ് ഒക്കെ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നേക്കാം കേട്ടോ. ഷൈനെ എന്താ പറഞ്ഞ ആരുടെ മുഖം കാണിക്കണ്ടേ? ന്യൂസിലാൻഡിൽ വന്ന പുള്ളിയെ പൈസയൊന്നും മുടക്കുന്ന പറഞ്ഞ് 2 ദിവസമായി ഇവിടെ നിൽക്കുന്നത്. 1 രൂപ പോലും കിട്ടിയിട്ടില്ല. എന്നാലും പുള്ളിയുടെ 2 പ്രാവശ്യം എടുത്ത് കാണിച്ചാറേ. മെയിൻ ഹണ്ടർ പുള്ളിയാണല്ലേ, പുള്ളിനെ കാണിച്ചിട്ടേ കാര്യമുള്ളൂ. അപ്പൊ ഏതാണെങ്കിലും അവിടുത്തെ രീതികളൊക്കെ നമുക്ക് പരിചയപ്പെടുത്തി തരുമെന്നാ പറഞ്ഞു. നമുക്ക് നോക്കാം, യാത്ര മുന്നോട്ട് തന്നെ. അപ്പൊ ഞങ്ങൾ ഒരു ചെറിയൊരു ബ്രേക്ക് എടുത്താണ്. നമ്മളെ ടീം മെമ്പേഴ്സിനെ ഒന്ന് പരിചയപ്പെടാം. ഷൈനെ എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്തിക്കേ. നമസ്കാരം, ഷൈൻ ഫ്രം മാനന്തവാടി. കേപ്പ് ടൗണിലെ പഴയ എക്സ്പീരിയൻസ് വല്ലതും ഉണ്ടോ? ന്യൂസിലാൻഡ്, അതെ, ന്യൂസിലാൻഡിലെ വെടിക്കാരനാ. പക്ഷെ അതിനകത്ത് തന്നെ അറിയാം, പുള്ളി പോയിട്ട് വെടിവെച്ച് ഒന്നും കിട്ടിയിട്ടില്ല. ന്യൂസിലൻഡിലെ മൃഗങ്ങൾ എന്താണെന്ന് അറിയില്ല, ഓടി രക്ഷപ്പെടുവാന്നാ പറഞ്ഞത്. അപ്പോൾ ഇവിടുത്തെ ഇന്നലെ ഇവർ 2 പേരും പോയി നല്ല ട്രെയിനിങ് എടുത്തിട്ടുണ്ട്, പ്രാക്ടീസ് ഉണ്ട്. നമുക്ക് ഇവിടെ റേഞ്ച് കിട്ടും, അതായത് നമുക്ക് പ്രൈവറ്റ് ആയിട്ട് പോയി പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരമുണ്ട്. അങ്ങനെ ആ റേഞ്ചിൽ പോയിട്ട് ഓക്കെ. അപ്പോൾ പണി പഠിച്ചിട്ടാ വന്നേക്കുന്നത്. അപ്പോൾ നാളെ സെറ്റ് ചെയ്യാന്നാ പറഞ്ഞേക്കുന്നത്. നാട്ടില് വരുമ്പോൾ ഓക്കെ. ഇത് ഞങ്ങളുടെ ജീത്തു ഇവിടെ സൗത്ത് ആഫ്രിക്കയില് ഇതിവിടെ പല കരക്കമ്പിയുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം പോയിട്ട് സംഭവം നടന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇപ്പോൾ ഇവരെന്നെ കൂട്ടിയേക്കുവാണ്.
ഇത് തെളിവായിട്ട് വീഡിയോയിൽ നമ്മളിത് എടുത്ത് നിങ്ങളുടെ മുമ്പിൽ കാണിക്കും. അത് മാത്രമല്ല കേട്ടോ, നമ്മളെപ്പോഴും ഈ ബാച്ചിലേഴ്സൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫണ്ണും അതൊക്കെയാണ് ഇതിനകത്ത് ഒരു എൻജോയ്മെന്റ് ഫാക്ടർ അല്ലേ? നല്ലൊരു വൈബ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഷെജുവിനെ കൂട്ടിയത്. എന്നെ കൂട്ടിയത് ഞാനത് അതെ നോക്കാം. പിന്നെ ഏതൊക്കെയാണ് അതിൻ്റെതായ, പിന്നെ എനിക്കിത് പുതിയൊരു എക്സ്പീരിയൻസ് ആണ്, എനിക്കതിൻ്റെ പുതിയൊരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഇതിവിടെ നമുക്കൊരു ഓപ്ഷൻ, എനിക്ക് തോന്നുന്നു ബാക്കിയുള്ള രാജ്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. ശരിക്കും വൈൽഡ് കണ്ടിങ്ങിന് ഏത് വേണമെങ്കിലും അവര് ഓപ്ഷൻ അടിക്കാം. അതെ, നമ്മൾ മലയാളികൾ കൂടുതലും യൂട്യൂബിലൂടെയൊക്കെ കണ്ട ന്യൂസിലാൻഡിൽ നിന്നുള്ള ഹണ്ടേഴ്സൊക്കെ അവരുടെ ഹണ്ടിങ് വീഡിയോസാണ് നമ്മൾ കൂടുതലും കാണാൻ തുടങ്ങിയത്. ഒത്തിരി പേര് നമ്മളെ വിളിച്ച് ചോദിച്ചു, ചേട്ടാ അവിടെ ഹണ്ടിങ്ങിനുള്ള ഓപ്ഷൻസ് എന്താണെന്നുള്ള ചോദ്യവും എനിക്ക് കിട്ടാറുണ്ടായിരുന്നു. അപ്പം എന്തോ എൻ്റെ ഒരു ഇൻട്രസ്റ്റ് ഉള്ള മേഖല അല്ലാത്തതുകൊണ്ടായിരിക്കും ഞാൻ അതിൽ നിന്ന് മാറുന്നത്. പക്ഷേ ഇങ്ങനെ ഇവരുടെ ടീമിനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാനും വിചാരിച്ചു അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അത് മാത്രമല്ല, ഇവരുടെ ചിലരെയൊക്കെ ചീത്തപ്പേര് മാറ്റാനുണ്ട്. കാശ് കൊടുത്ത് അത് പറയുമ്പോൾ വേറൊരു കാര്യം കൂടെ പറയണം. ഇവിടെ നമുക്ക് ഗെയിം മീറ്റ് മേടിക്കാൻ കിട്ടും. ഗെയിം മീറ്റ് എന്ന് പറയുമ്പോൾ കാട്ടുമൃഗങ്ങളുടെ മീറ്റ് നമുക്ക് പിക്ചറിൻ്റെ അടുത്ത് പോയി മേടിക്കാൻ പറ്റും. അപ്പം ഇപ്പം നമ്മളിപ്പോൾ വലിയൊരു ആനിമലിനെയാണ് അടിക്കുന്നതെങ്കിൽ ആ മീറ്റ് നമുക്ക് അധികമാണ്, നമുക്കിപ്പോൾ ഒരു 500 കിലോ കൂടുതലുണ്ട്. നമുക്ക് അത്രയും വേണ്ടെങ്കിൽ നമുക്ക് അവിടെ കൊണ്ട് പിക്ചറിൻ്റെ അടുത്ത് പ്രിസർവ് ചെയ്ത് വെക്കാൻ പറ്റും, അവർക്ക് വിൽക്കാൻ പറ്റും. ഇനി അഥവാ ലോക്കൽസിന് പോയി നമുക്ക് ലോക്കലായിട്ട് നമുക്ക് അണ്ട് മീറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവരുടെ അടുത്ത് മേടിക്കാൻ പറ്റും. നമുക്ക് പോകുന്ന വഴിക്ക് ഒരു നാഷണൽ പാർക്കുണ്ട്, നമുക്ക് അവിടെയും കൂടെ ഒന്ന് കയറിയിട്ട് പോവാം. ഒരു ഇവിടെ തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരു നാഷണൽ പാർക്കാണ്. അപ്പോൾ അവിടെയും കൂടെ കയറി നമുക്ക് വല്ല വിട്ടേക്കാം. ഓക്കെ, റെഡി അല്ലേ? ബ്രേക്ക് എടുത്തു. ഓക്കെ, അപ്പോൾ നമുക്ക് വിട്ടേക്കാം. അപ്പോൾ ഇച്ചിരി KFC പെട്ടെന്ന് കിട്ടാനുള്ള എളുപ്പത്തിന് വേണ്ടി KFC സിംഗർ വിങ്സും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എടുത്തു. ഇതന്നെ കൊച്ചു പിള്ളേർക്കുള്ള സോസാണോ? അതെല്ലേ. അപ്പം നമ്മളൊരു ജസ്റ്റ് ഒരു KFC ഒക്കെ പിടിക്കാം അല്ലേ? KFCക്ക് KFCയും പിന്നെ ഒരു ബർഗർ കേട്ടോ അതിൻ്റെ കൂടെ വരുന്ന KFCയുടെ ഒരു ബർഗർ. അടിക്കേണ്ടവരൊക്കെ കനത്തിലുള്ളതൊക്കെ പിടിച്ചു, കനത്തിലുള്ള പീസൊക്കെ പിടിച്ചു, അന്നേരം നമുക്ക് കനത്തിലുള്ള സാധനമൊക്കെ വരുള്ളൂ. നല്ല വിശപ്പായിരുന്നു അല്ലേ? ക്ഷമ ഒട്ടും ഇല്ലല്ലേ വ്ളോഗൊക്കെ. പിന്നെ അപ്പോൾ ഒന്ന് എനർജി, വയറ് നിറഞ്ഞു, മനസ്സ് നിറഞ്ഞു അല്ലേ? അല്ലെങ്കിൽ ഇനി ലെയ്റ്റ് ആക്കണ്ട അല്ലേ? കട്ട അതെ അല്ലേ, ഇനി കട്ട പുകയാവും. നമ്മൾ ഇനി ലേറ്റ് ആയ കട്ട പുകയാവും. ഓക്കെ അല്ലേ? മെയിൻ ഹണ്ടർ റെഡിയാണോ? കറക്റ്റാണോ? ഓക്കെ ഓക്കെ. അപ്പം വണ്ടികളൊക്കെ തിരിഞ്ഞു വരുന്നു, നമുക്ക് വിട്ടേക്കാം. നമ്മളും ഇനി ഇവിടെ തിരിഞ്ഞു കളിക്കുന്നതിൽ കാര്യമില്ല. ഓക്കെ, അപ്പം നമ്മൾ ഇന്നത്തെ അക്കോമഡേഷനിലേക്കാണ് ഇന്ന് എത്താൻ പോകുന്നത്. അപ്പോൾ അങ്ങോട്ട് കയറുന്നതിൻ്റെ എൻട്രൻസിലാണ് നമ്മൾ ഇവിടെ ഗ്രാവൽ റോഡിലേക്ക് ഇറങ്ങി. പക്ഷേ നമ്മൾ ഇന്ന് പറ്റുമെങ്കിൽ ഒരു ഡ്രൈവ് എടുക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഈ ടെറൈനുമായിട്ടൊന്ന് ഫെമിലറൈസ് ചെയ്യണമെന്നാണ് ഇവർ പറയുന്നത്. അപ്പം അതിന് ശേഷം മാത്രമേ നാളെ ആയിരിക്കും നമ്മൾ ഹണ്ട് പ്ലാൻ ചെയ്യുന്നത്. ഇന്ന് പോയി നമുക്ക് അക്കോമഡേഷനൊക്കെ ഒന്ന് പോയി കാണാം അല്ലേ? നമുക്കൊന്ന് സെറ്റ് ആക്കി ഇവർ. പിന്നെ നമുക്ക് നല്ല അടിപൊളിയായിട്ടൊരു ഫുഡൊക്കെ ഉണ്ടാക്കി എന്ന് കൂടാ അല്ലേ? അതെ. അപ്പൊ ജോബിൻ തൊടുപുഴക്കാരനല്ലേ? ഓക്കെ. അപ്പൊ നമ്മൾ എന്നാണേലും ഹണ്ടൊക്കെ വരുമ്പോഴാണ് ഇങ്ങനെ നമുക്ക് പഴയ കാലങ്ങളും പഠിച്ച കാലങ്ങളും ഒക്കെ ഇവരൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും കുറെ മെമ്മറീസും ഉണ്ട് കേട്ടോ. ബാംഗ്ലൂർ നഴ്സിംഗ് പഠനം കഴിഞ്ഞ ആൾക്കാർ ബോംബെയിൽ ഒന്നിച്ച് വർക്ക് ചെയ്യും. ഞാനും അല്ലേ, ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്യും. അപ്പം അങ്ങനെയൊക്കെ കുറെ ഞങ്ങളുടെ പഴയകാല വീരസാഹസ്യ കഥകളൊക്കെ പറയുക, ഇതൊക്കെയാണ് ഈ ട്രിപ്പ് കൊണ്ട് നമ്മൾ ഇതിൻ്റെ ഒരു എൻജോയ്മെന്റ് പാർട്ട് അതുമാണ്. അപ്പം എന്നാണെങ്കിലും ഞങ്ങൾ ഇന്ന് കുറച്ച് ആഘോഷങ്ങളും ഞങ്ങളുടെ സ്റ്റേയും ഒക്കെ ആയിട്ട് നമുക്ക് കാണാം. ഇതിപ്പോൾ നമ്മൾ അങ്ങോട്ടുള്ള വഴിയാണ്. ഇനിയിപ്പോൾ കുറേ ഫാം ലാൻഡിൽ കൂടെ തന്നെ പോകണം, ഇൻലാൻഡിലോട്ട് പോകേണ്ടതായിട്ട് വരും. റോഡ് വലിയ കുഴപ്പമില്ല, എങ്ങനെയാവുമെന്ന് അറിയാം. അപ്പം നമ്മൾ മെല്ലെ ഗ്രാവൽ റോഡ് ഇങ്ങനെ നീണ്ടു കിടക്കുവാണ്. നമുക്കിപ്പോൾ ഇവിടെ സൈൻ ബോർഡൊക്കെ കാണാൻ പറ്റുന്നുണ്ട്.
അത് കൂടാതെ അതിലേക്ക് ആനിമൽസിനെ സ്പോട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതെനിക്ക് തോന്നുന്നത് ഒറക്സ് എന്ന് പറഞ്ഞ ഒരു സംഭവമാണ്. അത് ആൻറ്റലോപ്പ് ഇനത്തിൽപ്പെട്ടതാണ്. നമീബിയയുടെ നാഷണൽ ആനിമലാണത്. അത് നല്ല മീറ്റിന് പ്രാധാന്യമുള്ള സംഭവമാണ്. എന്തൊക്കെയാണ് ഉള്ളത് നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. Hi, am I in the right spot? Yes, you can just park here. Okay. And then the reception is Okay, yeah. We have to first report to the reception, na? yes, you can just park here. Okay. And then somebody will go check you guys. Okay, perfect. Thank you, thank you. അപ്പം നമ്മുടെ കില്ലാടികളെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ റിസപ്ഷനിലേക്ക് വന്നേക്കുവാണ്. അവിടെ റിപ്പോർട്ട് ചെയ്യണം. അതിന് ശേഷം നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇവിടുത്തെ നടപടികളാവുന്നത് എന്നാന്ന് നോക്കാം. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടുത്തെ ശാലയും ഇങ്ങനെ നമ്മുടെ അക്കോമഡേഷൻ അറേഞ്ച്മെൻ്റ് ആണ് നമ്മുടെ ചുറ്റും കാണുന്നത്. ഈ പറയുന്ന കെട്ടിടങ്ങളൊക്കെ ഒരു ഡിസ്റ്റൻസിൽ അക്കോമഡേഷൻ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു ഫാം ലാൻഡ് തന്നെയാണ്. അവിടെ കൃഷി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിള്ളേർക്കൊക്കെ ഇവിടെ നല്ല പ്ലേ ഏരിയ അങ്ങനെയുള്ള എല്ലാ സംഭവമുണ്ട്. അല്ല അണ്ടറെ ഇതുപോലെ ഒരു ഈ രാജാവിനെ അടിക്കുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? സൗത്ത് ആഫ്രിക്കയിൽ അടിക്കാൻ പറ്റും അല്ലേ? അല്ലല്ല സൗത്ത് ആഫ്രിക്കയിൽ കാര്യമായിട്ടും അടിക്കുന്നുണ്ട് അല്ലേ? അതെ അല്ലേ? അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു $13,000 തൊട്ട് $20,000 വരെയാണ് സിംഹത്തിനെ അടിക്കുന്നതിനുള്ള ചിലവ് വരുന്നത്. അപ്പോൾ ആരെങ്കിലും നമ്മൾ മലയാളികൾ ഇവിടെ സൗത്ത് ആഫ്രിക്കയിൽ വന്ന് സിംഹത്തെ അടിച്ചിട്ടുണ്ട്, ഹണ്ടിങ് ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ആ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇനി അഥവാ ആനയെ അടിക്കണമെങ്കിൽ നമ്മുടെ സാൻഡപ്പൻ വാ 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 ഇതാ പുള്ളിക്കാരി അവിടെ എത്തി. വാ 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 പുള്ളിക്കാരി അവിടെ എത്തി. വാ വാ പുള്ളിക്കാരി അവിടെ എത്തി. വാ. അപ്പോൾ നമുക്ക് അഥവാ ആനയെ അടിക്കണമെങ്കിൽ നമുക്ക് സിംബാബ്വേയിലും ബോട്സ്വാനയിലൊക്കെ അടിക്കാനുള്ള റൈറ്റ്സ് ഉണ്ട്. അപ്പോൾ എന്നാണെങ്കിലും ഇന്നത്തെ അക്കോമഡേഷനിലേക്ക് പോവാം. അവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നോക്കി ഇവിടുത്തെ ആംബിയൻസ് ഒക്കെ കണ്ട് നമുക്ക് നമ്മുടെ അക്കോമഡേഷനിലേക്ക് പോവാം. വണ്ടിക്കകത്ത് കയറ്റിയല്ലോ കേട്ടോ, നനഞ്ഞു കഴിഞ്ഞാൽ. ഷൈന വെള്ളത്തിലാശാനായോ? ഇന്ന് ഞങ്ങൾ ഒരു ദിവസം ഇവിടെ ചില്ല് ചെയ്തിട്ട് നാളെ ഹണ്ടിങ്ങിലേക്ക് പോകാനുള്ള ഇവിടെ വേറെ ഓപ്ഷൻസ് ഒക്കെ ഉള്ള ഈ പറഞ്ഞ പോലെ ഗെയിം ഫാമാണ്. അപ്പോൾ അത് കൂടാതെ പ്രൈവറ്റ് ആയിട്ട് ഇവിടെ ഗെയിം ഡ്രൈവ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു ഫാമാണ്. അപ്പോൾ നമുക്കിവിടെ അവരുടെ വണ്ടിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. പക്ഷേ നമ്മുടെ ഹണ്ടിങ് നടക്കുന്നത് വേറെ സ്ഥലത്താണ്. അത് നാളെ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ആയിട്ട് നാളെ കാണാം. ഓക്കെ, സോ your good name again? Telano. Okay, nice to meet you, Telano. You going to be with us tomorrow? Tomorrow I'm off, but there's going to be two other people. Okay, we are excited. It seems like one of the old farmhouse, eh? Yeah, so this is the original farmhouse. Oh, original farmhouse. Okay, can I? Yes, you can go in. Okay. If I may ask, can you give me a rough, more or less, what year it was made? What year? Yeah. No, this house is very, very old. So the original farm was a cattle farm. It's about 15 years old. Okay. 15 years ago. Okay. And then the cattle farm was running for about 34 years. So it's about roughly 50 Okay. years. You can exactly നമുക്ക് അപ്പോൾ അതിൻ്റെ ഒരു പെയിൻറ്റിങ് ഇവിടെ കാണാം കേട്ടോ. അതിൻ്റെ തന്നെ ഒരു പെയിൻറ്റിങ് ഇവിടെ വെച്ചിട്ടുണ്ട്. Some of the paintings are of the old farmhouse. So it was the lady that stayed here. Okay. So 3 bedrooms. Okay. So you guys can walk through? Yeah. This is the 1 bedroom. Okay. The ensuite bathroom. Okay, ensuite bathroom. Okay. 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 Yeah. Oh, there's also there's quite a few rooms, eh? This is that time when they have more kids and big families, eh? Yeah. Okay. And the kitchen is here. Yeah. It's all ours, eh? Yeah, all yours. Okay. The dry area Okay. and then the living room. Living room, okay. Okay.
Okay, that's fine. Do you want to ask anything? Fine. Okay. ഇത് വലിയൊരു ഒത്തിരി റൂംസ് ഉണ്ട്. നമുക്കൊരു വലിയ ഗ്യാങ്ങിനെ കൊണ്ടുവരായിരുന്നല്ലോ, 12 വരെ കൊണ്ടുവരായിരുന്നു തോന്നുന്നു അല്ലേ? ഇത്ര ബെഡുണ്ട്, ഇതിനകത്ത് 3, അതിനകത്ത് 2, ഇതിനകത്ത് 2. നല്ല ഉണ്ട് നമുക്ക് എല്ലാവരും. പക്ഷെ ഒരു പഴയ ഫാം സ്റ്റൈൽ അല്ലേ, കെട്ടിടങ്ങളൊക്കെ കണ്ട പണ്ടത്തെ ആ അതേ ഇതുണ്ട്. ഇവിടെ പാത്രങ്ങളൊക്കെ ഇരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ആ പണ്ടത്തെ ടൈപ്പ് എല്ലാം കൊടുക്കും. അതെ, ആ ഒത്തിരി വർഷം പഴക്കമുള്ളതാണ് കേട്ടോ. അപ്പം സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ വരുമ്പോൾ നമ്മൾ ഇതാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഇങ്ങനെ ഗെയിം ഡ്രൈവും അങ്ങനെയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള അക്കോമഡേഷനൊക്കെയാണ് നമ്മൾ കൂടുതലും കാണുന്നത്. പിന്നെ ഇതൊരു പഴയ വീടായതുകൊണ്ട് തന്നെ ഇതുകൊണ്ട് നമുക്ക് ആ പഴമ എല്ലായിടത്തും കാണാൻ പറ്റും കേട്ടോ. ഈവൻ സിംഗിൾ ബെഡിൻ്റെയൊക്കെ ഹെഡ് ബോർഡൊക്കെ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും പഴയ സ്റ്റൈലിൽ അവർ യൂണീക്കായിട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ നല്ലൊരു ആംബിയൻസാണ് കിട്ടിയേക്കുന്നത്. Yes. I don't know who's going to be shooting. No. You're going to be shooting. But the end of the day, I will be. I'm going to be seeing the photos. And then I'll Yeah. come make a. Thank you. Come maybe make it Thank you. issue some. പിന്നെ ഒരു ഫാം സ്റ്റൈൽ തന്നെ നമ്മൾ ഹണ്ടിങ്ങിൻ്റെ ഒരു ഫീല് തരുന്ന സെറ്റപ്പാണ്. തട്ടും പഴയ ഇവിടുത്തെ സൗത്ത് ആഫ്രിക്കയിലെ ഒരു പഴയ ട്രഡീഷണൽ സെറ്റപ്പാണ്. അപ്പോൾ നമ്മളിവിടെ നിന്ന് വെടിവെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. നമ്മുടെ നാളത്തെ പദ്ധതികൾ എങ്ങനെയൊക്കെ നമുക്ക് ആദ്യം ഇന്നത്തെ വൈകുന്നേരത്തെ പരിപാടിയിലേക്ക് കിടക്കാം അല്ലേ? അതെ, ഏഷ്യാഡ് വെറുതെ ഇടുക്കിക്കാരെ കൊണ്ട് പറയിപ്പിക്കരുത്. ഏഷ്യാഡ് എന്നുള്ള വലിയ വേടൊക്കെ എടുത്തിട്ടിട്ടേ അല്ലേ? ഓക്കെ, അപ്പം നമ്മുടെ കുക്കിംഗ് സെക്ഷനിലേക്ക് കടക്കുവാണ്. അപ്പോൾ ഓക്കെ, ലെറ്റ്സ് ബിഗിൻ ദ പാർട്ടി. അപ്പം ഞങ്ങൾ സ്റ്റേയിൽ വന്ന് മെല്ലെ ഒന്ന് സെറ്റിലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഉള്ള കാണുന്ന കാഴ്ചയാണ്, നമ്മൾ പുറത്തോട്ട് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണ്. ഓൾറെഡി നമുക്ക് വേണ്ടപ്പെട്ട അതിഥികളൊക്കെ ഇവിടെ എത്തിത്തുടങ്ങി. പക്ഷേ ഇവരൊക്കെ നമ്മുടെ എന്താ പറയുക, ഇവിടെ തന്നെ ഈ ഗെയിമിൻ്റെ ഞങ്ങളുടെ സ്റ്റേയോട് ചേർന്നുള്ള മാൻകൂട്ടത്തിൽപ്പെട്ടതുങ്ങളാണ്. ഇതത്ര ഇച്ചിരി കുറച്ച് ഡൊമസ്റ്റിക് ആയിട്ടുള്ളതാണെന്ന് തോന്നുന്നു. അപ്പം ഇത് നമ്മുടെ വീടിൻ്റെ ചുറ്റും അപ്പോൾ നമ്മുടെ റൂമിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണ്. ഇത് കണ്ടോ, മാൻകൂട്ടങ്ങൾ മെല്ലെ വരുന്നുണ്ട്. ഒത്തിരി എണ്ണമുണ്ട് ഇഷ്ടംപടി. അപ്പം ഞങ്ങൾ മെല്ലെ ഒന്ന് സെറ്റിലാവാനുള്ള പരിപാടിയാണ്. ഇഷ്ടംപടി മുറികളുണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് അധികം അതിന് മാത്രം ആൾക്കാരും ഇല്ല. ഞങ്ങളിങ്ങനെ റൂമിൻ്റെ ബ്യൂട്ടിയും മാൻകൂട്ടങ്ങളെയൊക്കെ കണ്ട് ഇങ്ങനെ ആസ്വദിച്ച് കുക്കിംഗ് സെക്ഷനിലേക്ക് കടന്നു. നമുക്ക് നോക്കാം അടുക്കള വിശേഷങ്ങളൊന്നും അറിയാം. ശരിക്കും ഞാനിവിടെ ഉണ്ട്. ഞാൻ ഈ പുറത്തെ മാനെ ഒന്ന് കാണിക്കുമായിരുന്നു. അതെ, അങ്ങനെയുണ്ടല്ലേ. ഇതിപ്പോൾ ഇതിങ്ങനെ ഈ ഹണ്ടിങ്ങിന് പോകുന്നവരൊരു ഇതാണോ, അതൊരു നാട്ടുനടപ്പാണോ? അങ്ങനെ ഉണ്ടല്ലേ, ഒരു നാട്ടുനടപ്പാകുമ്പോൾ അല്ലേ, ഇതൊക്കെ ഒരു നാട്ടുനടപ്പാകുമ്പോൾ അതൊക്കെ അങ്ങനെയാണ് അല്ലേ? അതെ, അങ്ങനെയൊക്കെ ഉണ്ടല്ലേ. വയനാട്ടിലെ പ്രശസ്തനായ അപ്പോൾ അങ്ങനെയുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് ഇവിടെ നമ്മുടെ കുക്കിംഗ് പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെ ഒരാൾ പറയുന്നു ഇത്രയും വെളുത്തുള്ളിയുടെ ആവശ്യമില്ലായിരുന്നു. 5 വെളുത്തുള്ളി 10 മറന്നുപോയി അല്ലേ? 5 വെളുത്തുള്ളി 10 ഇത്രയും ക്ഷമയോടെ വെളുത്തുള്ളിക്കൊക്കെ ഇത്രയും ബഹുമാനം കിട്ടുന്ന ആദ്യമായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. കൈമുറിയാതിരിക്കാനാണെന്ന് തോന്നുന്നു. എന്നാണെങ്കിലും നമ്മൾ അത്യാവശ്യം നമ്മുടെ രീതിക്ക് തന്നെ ഒരു കപ്പയും പോർക്കും പിടിക്കാമെന്ന് വിചാരിച്ചല്ലേ? അതെ. അപ്പോൾ ഒത്തിരി ചൂടാണോ ഇവിടെ? കൈ കൊള്ളുമോ? കപ്പ ഇവിടെ വെള്ളത്തിൽ ഇത്രയും കപ്പ നമ്മൾ കഴിക്കുമോ? അതെ അല്ലേ? ഓക്കെ ഇത് അതിന് ഓക്കെ, അത് പന്നിയല്ലേ? ഓക്കെ അതെല്ലേ? അതെല്ലേ? പക്ഷെ നിങ്ങൾ കണ്ടോ പുറത്ത് മാനൊക്കെ ഓടി നടക്കുന്നു കേട്ടോ. ഓക്കെ, അപ്പൊ ചിയേഴ്സ്. ആരെങ്കിലും ഒരാൾ ചിയേഴ്സ്.
ഓക്കെ, വൈകുന്നേരത്തെ സന്ധ്യ മൂഡാണ്. ഞാൻ പുറത്തെ ആംബിയൻസ് ഇതാണ്. നമ്മുടെ വണ്ടി അവിടെ കിടപ്പുണ്ട്. ശരിക്കും നല്ലൊരു എന്താ പറയുക, ഒരു ഫാം സ്റ്റേയുടെ എല്ലാ വെൽഡർനെസ്സും എല്ലാം ഉണ്ട് ഇവിടെ തന്നെ. നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ 2 ടൈപ്പ് മാൻ കൂട്ടമുണ്ട്. പുറകിൽ കാണുന്നതാണ് സ്പ്രിംഗ് ബോക്ക് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന കലമാനോ അങ്ങനെയൊക്കെ പറയുന്നത്. സ്പ്രിംഗ് ബോക്ക് എന്ന് പറഞ്ഞാണ് സ്പീഡിൽ പോകുന്നത്, ഇപ്പോൾ ഓടിപ്പോകുന്നതാണ്. ആ ഓടിപ്പോയ ഗ്രൂപ്പാണ് സ്പ്രിംഗ് ബോക്ക്. അതാണ് ഇവിടുത്തെ റബ്ബി ടീമിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ആനിമൽസ്. അവന്മാർ ഇച്ചിരി ട്രിക്കിയാണ്. ഇവന്മാരെക്കാളും കുറേ സ്പീഡായിട്ടുള്ളതാണ്. അപ്പോൾ അതിനെയും ആണ് ഞങ്ങൾ ഒരെണ്ണം അതിനെയാണ് നമ്മുടെ ലിസ്റ്റിലുള്ളത്. ഹണ്ട് ചെയ്യാൻ താല്പര്യമുണ്ട്. നമ്മുടെ നാളത്തെ ലിസ്റ്റിലുള്ള ഒരു ആൻറ്റലോപ്പ് ആനിമലല്ല. അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പം ഞങ്ങൾ കുക്കിങ്ങും പരിപാടിയൊക്കെ സ്പീഡായിട്ട് നടക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബാംഗ്ലൂർ ഡേയ്സും ഒക്കെ ഓർമ്മ വരുന്ന മൊമെൻറ്റ്സാണ് കേട്ടോ. അപ്പം നിങ്ങളാരെങ്കിലും ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരു ബോയ്സ് ടൈമൊക്കെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ആംബിയൻസ് ആയിട്ടാണ് മൊത്തത്തിൽ തോന്നുന്നത്. ഞങ്ങൾക്കും കുറേ കാലത്തിന് ശേഷമാണ് ഇങ്ങനത്തെ ഒരു ഗെറ്റ് ടുഗദറുകളൊക്കെ വരുന്നത്. ഇടയ്ക്കിടയ്ക്ക് പണ്ടൊക്കെ കൂടുതൽ നമ്മൾ ഫാമിലി സെറ്റ് ട്രിപ്പുകളാണ് നമ്മൾ പോകുന്നത്. അതേസമയം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഇങ്ങനെയുള്ള ഒരു ട്രിപ്പൊക്കെ വരുന്നത്. ഇവിടെയൊക്കെ എവിടെ നോക്കിയാലും ആഫ്രിക്കൻ സൺസെറ്റ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല അടിപൊളി സൺസെറ്റും പരിപാടിയൊക്കെ ഒരു സൈഡിൽ നടക്കുന്നു. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പഴയ ഫാം സ്റ്റേയുടേതായ ആംബിയൻസ് ഒക്കെ, അതായത് ഈ മിഷനറീസൊക്കെ വെക്കുന്ന വീട് റൂമുകളും പിന്നെ ട്രാക്ടറും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുമാണ് കിടക്കുന്നത്. അപ്പോൾ ഞങ്ങൾ കപ്പയുടെ അല്ലേ മിക്സിങ് അല്ലേ, ശരിക്കും പറഞ്ഞാൽ ഇവിടെയൊക്കെ ആകുമ്പോൾ നമുക്ക് ഈ കപ്പക്കോല അങ്ങനെയൊന്നുള്ള സംഭവങ്ങൾ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം കിട്ടിയ സാധനങ്ങളൊക്കെ വെച്ച് നിന്ന് ഇടിച്ചെടുക്കുവാണ് അല്ലേ. ഇച്ചിരി സമയം എടുത്തല്ലേ, നമുക്ക് വേവാൻ ഇച്ചിരി സമയം എടുത്തല്ലേ. ഫ്രോസൺ ആയതുകൊണ്ട് അതെ, സമയം എടുത്തു. അത് ബീഫ് റെഡിയായി വരുന്നു. അപ്പം ഞങ്ങൾ ഇന്നത്തെ നൈറ്റ് എല്ലും കപ്പയും പരിപാടിയൊക്കെ ആയിട്ട് അങ്ങ് തീർക്കുവാണ്. ഇത്രയും വലിയ ബ്രൈ ഏരിയ ഉണ്ട്. ബ്രൈ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ബാബിക്യൂ എന്ന് പറയുന്ന സിസ്റ്റം ഉണ്ട്. അത് ഞങ്ങൾ ബാബിക്യൂ ചെയ്യുന്നില്ല. നാളെ ചിലപ്പോൾ നമുക്ക് ബാബിക്യൂ ആയിട്ട് നാളെ ഒരു ദിവസം കൂടാം. അപ്പോൾ ഇന്ന് നമ്മുടെ നാടൻ ട്രഡീഷണൽ എല്ലും കപ്പയിലേക്കാണ് വരുന്നത്. ഫൈനൽ സെക്ഷൻ ഞാൻ കാണിക്കാം. അപ്പോൾ ഞങ്ങൾ ലാസ്റ്റ് സ്റ്റേജിലേക്ക് ഉണ്ടോ. ഇതിന് ഈ ഏഷ്യാഡ് ആയതുകൊണ്ടാണ് ഇത്രയായിട്ട് തരുന്നത്. മിക്സ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, രണ്ടായിട്ട് സെപ്പറേറ്റ് അല്ലേ, എല്ലുങ്കപ്പ പോലെ അല്ല, 2 സെപ്പറേറ്റ് ആയിട്ട് മിക്സ് എടുത്ത്. അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ ഇത് പുള്ളി അങ്ങനെ ഇത് കഴിക്കാനായിട്ടും അല്ലേ, നമുക്ക് ബാക്കിയും കൂടെ മിക്സ് ചെയ്തെടുക്കാം അല്ലേ പിന്നീട്. ഓക്കെ, അപ്പോൾ ഞങ്ങളുടെ ആഘോഷം ചപ്പാത്തി അല്ലേ, നാളെ ചപ്പാത്തി. ഓക്കെ, ചപ്പാത്തിക്ക് കറിക്ക് ഗ്രേവി ഓക്കെ. അല്ലാണ്ട് മിക്സ് ചെയ്ത്. അപ്പം ഞങ്ങൾ ആഘോഷങ്ങളായിട്ട് ഇന്നത്തെ ദിവസം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നല്ല ഏഷ്യാഡൊക്കെ കളിച്ച് നാളെ ഹണ്ടിങ് വീഡിയോ ഒക്കെ ആയിട്ട് ഞങ്ങൾക്ക് നേരത്തെ ഇച്ചിരി കിടക്കണം. എന്ന് വെച്ചാൽ നന്നായിട്ടൊന്ന് ഉറങ്ങണം. രാവിലെ ഏർലി മോർണിംഗ് പോകണം. നാളെ നല്ല സണ്ണി ഇച്ചിരി ഇവിടുത്തെ വെച്ച് നോക്കുമ്പോൾ ടെമ്പറേച്ചർ ഉള്ള ദിവസമാണ്. അപ്പം ഇവിടെ ആനിമൽസിനെ എപ്പോഴും ഹണ്ടിങ്ങിന് ഏർലി മോർണിംഗ് ആണ് അവർ പ്രിഫർ ചെയ്യുന്നത്. അപ്പം പറ്റുമെങ്കിൽ 6:30 ഞങ്ങളോട് റിപ്പോർട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം 6:30 ആകുമ്പോഴേക്ക് എണീക്കണം. അതുകൊണ്ട് ഞങ്ങൾ ഒത്തിരി സമയം കളയുന്നില്ല. എന്നാണെങ്കിലും വി ഹാഡ് എ നൈസ് ഡേ. നാളത്തെ എപ്പിസോഡാണ് ഞങ്ങളെ സംബന്ധിച്ച് ഇമ്പോർട്ടൻറ്റ്. ഇന്ന് ഞങ്ങൾ കളിച്ചിരിയും ഞങ്ങളുടെ പഴയ മെമ്മറീസും ഒക്കെ ഓർമ്മിക്കുന്ന ഒരു ദിവസമായിരുന്നു. പഴയ കാര്യങ്ങളും ബോംബെയിലെ ലൈഫും ബാംഗ്ലൂരിലത്തെ ലൈഫും ഒക്കെ അല്ലേ പറയുന്ന ഒരു ഇപ്പോഴും അത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങൾ. അതെ, ഞങ്ങളുടെ അതെ തീരില്ല. അപ്പോൾ ഞങ്ങൾ ഇതൊക്കെ ഫുഡൊക്കെ തീർക്കുന്നതോടൊപ്പം തന്നെ നാളത്തെ എപ്പിസോഡിൽ കാണുന്നവരെ ഒന്ന് ടേസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞു. അതെ, ഞങ്ങൾ ന്യൂസിലൻഡിൽ നിന്ന് വന്ന് ഞങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കി തന്ന ഒന്ന് ടേസ്റ്റ് ചെയ്ത് പറ. അതെ നമ്മുടെ ആപ്പടെ മിസ്സിംഗ് എന്നാ അറിയോ, സബോള ഇങ്ങനെ വരില്ലേ, അത് മാത്രമാണ് ഇതിന്റെ അത്. അല്ലെങ്കിൽ നാട്ടിലെ സബോള എടുക്കാൻ കടം മേടിക്കേണ്ടി വന്നു. അതെ. ഞങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ ഞങ്ങൾക്ക് ഈ സവോള 2-3 കാര്യങ്ങൾ ഞങ്ങൾ മിസ്സായി പോയായിരുന്നു. അപ്പോൾ അതിൻ്റെ സ്വാഭാവികമായിട്ട് അതിൻ്റെ ഒരു മിസ്സിങ് വന്നു, അത്രേ ഉള്ളൂ. പക്ഷേ ബാക്കിയെല്ലാം അത് സെറ്റാണ്. അപ്പം ഞങ്ങൾ ഇന്നത്തെ ദിവസം ബ്രോ ടേസ്റ്റ് ചെയ്തെന്ന് പറ. എനിക്ക് തോന്നുന്നത് ഇന്നത്തെ ദിവസത്തെ ഞങ്ങളുടെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ പഴയ മെമ്മറികളും ഒക്കെ ആയവർക്ക് ഇതുപോലെ ഇരിക്കുക, കൂടുക, ഇതൊക്കെ പറഞ്ഞ ഒരു മെമ്മറി തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ എപ്പോഴും നമ്മൾ ഗെറ്റിംഗ് ക്ലോസ് ടു എന്താ പറയുക മിഡ് ലൈഫിലെത്തുമ്പോൾ നമ്മൾ വന്ന വഴികളൊക്കെ ഓർപ്പിക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. കഥകളല്ലേ. അതെ. അപ്പം ഏതൊക്കെയാണെങ്കിലും ബ്രോ
ഇതുവരെ സോഫാർ നാളെ അടിക്കല്ലേ അടിയോ അടിക്കല്ലേ സോഫാർ സോ ഗുഡ് നാളെ നമുക്ക് സാധനം കിട്ടണം നാളെ ന്യൂസിലാൻഡുകാരൻ അടിച്ചില്ലേ സൗത്ത് ആഫ്രിക്കക്കാരൻ അടിച്ചിട്ട് അതെ ഇതൊരു കോമ്പറ്റീഷനാണ് ഞങ്ങൾ ഇവിടുത്തെ എക്സ്പീരിയൻസ് ആയ ആൾക്കാരാണോ അതോ ന്യൂസിലാൻഡിൽ നിന്ന് വന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന ഞാൻ പ്രശ്നം കൊടുക്കുന്നില്ല ചിലപ്പോൾ അടിച്ചിട്ട് വീടുന്നില്ലെങ്കിൽ ഞാൻ അങ്ങനെയാണെങ്കിൽ ഒരു ഒറ്റ വാക്ക് എനിക്ക് പറയാനുള്ളത് നീ ഉറങ്ങിക്കോ സംഭവം റെഡി ആയി കഴിഞ്ഞ് മീറ്റ് ചുമക്കാൻ നേരത്തെ ഉറങ്ങിയാലും ഇല്ലെങ്കിലും പുള്ളിക്കാരൻ 6 ആകുമ്പോഴേ എത്താനാണ് തൈസ് പറഞ്ഞേക്കുന്നത്. അപ്പം നമുക്കൊരു പ്രൊഫഷണൽ ഹണ്ടർ ഞങ്ങളോട് ജോയിൻ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ അവരുടെ ടീമും വരും. അപ്പോൾ 6 ആകുമ്പോഴാണ് അവരെത്തും. അപ്പോൾ നാളത്തെ ദിവസത്തെക്കുറിച്ച് ഞങ്ങൾ എക്സൈറ്റഡ് ആണ്. അപ്പോൾ നാളെ കാണുന്നവരെ എല്ലാവർക്കും ബൈ. ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ശരിക്കും സൗത്ത് ആഫ്രിക്കയിലെ ഒരു ഹണ്ടിങ് എക്സ്പീരിയൻസുമായിട്ടുള്ള നാളത്തെ എപ്പിസോഡ് കാണും വരെ എല്ലാവരോടും ബൈ കേട്ടോ. അപ്പം ഞങ്ങളുടെ ഹണ്ട് ഇവിടെ ഒന്നും അവസാനിക്കുന്നില്ല കേട്ടോ.